നമസ്കാരം. കഴിഞ്ഞ മാസമാണ് തമിഴ് നടനും രാഷ്ട്രീയ നേതാവുമായ വിജയകാന്ത് നമ്മളെ വിട്ടുപിരിഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ മരണാനന്തര ബഹുമതിയായി കേന്ദ്രം പത്മഭൂഷൺ നൽകി ആദരിച്ചിരിക്കുകയാണ്. ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം അല്ലെങ്കിൽ DMDK എന്ന പാർട്ടിയുടെ അധ്യക്ഷനായിരുന്ന വിജയകാന്ത് ഡിസംബർ 28 ആയിരുന്നു അന്തരിച്ചത്. അതിനുശേഷമാണ് ഒരുപക്ഷെ മലയാളി സമൂഹം ഉൾപ്പെടെ എന്താണ് വിജയകാന്ത് തമിഴ്നാട്ടിൽ എന്ന് മനസ്സിലാക്കിയത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ആളുകൾ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിജയകാന്തും തമ്മിൽ ഏറ്റവും അടുത്ത ഒരു സൗഹൃദം പുലർത്തിയിരുന്നു. രാഷ്ട്രീയത്തിനും അതീതമായ ഒരു വ്യക്തിബന്ധം അവർ തമ്മിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ വിജയകാന്തിനെ തേടി ഈ പത്മഭൂഷൺ ബഹുമതി എത്തുമ്പോൾ അതിന് പിന്നിൽ ചില രാഷ്ട്രീയ നീക്കങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ചും തമിഴകത്ത് വിജയകാന്തിന് വലിയ രീതിയിലുള്ള ഒരു ആരാധക പിന്തുണ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടി ഇപ്പോഴും പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ വളരെ ശക്തവുമാണ്. അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ കഴിഞ്ഞ കാലയളവിൽ മാത്രമാണ് കുറച്ച് പിന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ആ പാർട്ടിക്ക് വലിയ പിന്തുണയുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പാർട്ടി വീണ്ടും സജീവമായി തന്നെ രംഗത്തിറങ്ങുകയാണെങ്കിൽ അത് BJPക്ക് ഗുണം ചെയ്തേക്കാം എന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, വിജയകാന്ത് 2 തവണയോളം നിയമസഭയിൽ അംഗമായിട്ടുണ്ട്. തുടർന്ന് 2011 മുതൽ 2016 വരെ തമിഴ്നാട് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി പോലും സേവനമനുഷ്ഠിച്ചുമുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും ഒരു ചെറിയ ഇടവേള എടുത്തത്. അങ്ങനെയൊക്കെയുള്ള വിജയകാന്തിന് ഇത്തരത്തിലുള്ള ഒരു ബഹുമതി ലഭിക്കുമ്പോൾ തീർച്ചയായും തമിഴകം അതിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന മറ്റൊന്നുകൂടിയുണ്ട്. കാരണം ബീഹാറിൽ കഴിഞ്ഞ ദിവസമാണ് അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയായ കർപ്പൂരി താക്കൂറിന് മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന നൽകി രാജ്യം ആദരിച്ചത്. ഇതും വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. കാരണം ബീഹാർ ഇതുവരെയും ഭരിച്ചുകൊണ്ടിരുന്ന നിതീഷ് കുമാറോ അല്ലെങ്കിൽ ലല്ലു പ്രസാദ് യാദവോ ഒന്നും ഒരു മുൻകൈ എടുക്കാതെ, അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ നേതൃത്വമോ ഒന്നും തന്നെ മുൻകൈ എടുത്തിരുന്നില്ല ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആദരം അദ്ദേഹത്തിന് നൽകുന്നതിന് വേണ്ടി. അവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP സർക്കാരും കൃത്യമായ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഭാരത് രത്ന മരണാനന്തര ബഹുമതിയായി നൽകിയത്. ആ സമയത്ത് വലിയ തോതിൽ ഇത് ചർച്ചയാക്കപ്പെട്ടിരുന്നു. കാരണം ബീഹാറിലെ ജനനായകൻ എന്നറിയപ്പെടുന്ന ഇപ്പോഴും ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവ് തന്നെയാണ് കർപ്പൂരി താക്കൂർ എന്ന് പറയുന്നത്. അങ്ങനെ ബീഹാറിലും തമിഴ്നാട്ടിലുമൊക്കെ ഇത്തരത്തിലുള്ള നേതാക്കൾക്ക്, അതായത് പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ സാധാരണക്കാരുടെ ശബ്ദമായി നിലകൊണ്ട നേതാക്കളെ ഉയർത്തി കാണിക്കുക എന്നതിലൂടെ BJPക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇപ്പോൾ ബീഹാറിന് പിന്നാലെ തമിഴ്നാട്ടിലും BJP നടത്തിയിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലേക്ക് മോദിയുടെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ സജീവ ചർച്ചയിൽ നിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും തമിഴകത്തോട് മോദി ഇപ്പോൾ കാണിക്കുന്ന ഒരു പ്രത്യേക മമതയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹം തമിഴ് കവികളുടെ വാക്യങ്ങൾ അല്ലെങ്കിൽ ഉദ്ധരണികളും മറ്റും പറയാറുണ്ട്. പല സമയത്തും തമിഴ് സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മോദി മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള സാംസ്കാരിക പരിപാടികൾ, കാശി തമിഴ് സംഗമം ഉൾപ്പെടെ BJP സർക്കാർ വളരെ ഫലപ്രദമായി തന്നെ നടത്തിക്കൊണ്ടു പോകുന്നുമുണ്ട്. അതിനൊക്കെ പിന്നിൽ തമിഴ്നാട്ടിൽ വോട്ടുറപ്പിക്കുക എന്ന ഒരു തന്ത്രം കൂടിയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.